ഫ്രണ്ട് സ്റ്റോറി എടുത്തു. പ്രീവിയസ് മെമ്പർ അവരുടെ വൈഫ് ഓർത്ത് സാഡാവും. ഫസ്റ്റ് ജിന്നെ നോക്കാം. ജിന്നക്ക് മാരേജ് ആണ്. ജിന്നിയുടെ പുറമെ നടന്നിട്ട് ഒരു ആർട്ടിക്കിളാണ് ടോർച്ചർ ചെയ്തത്. ഞാൻ മാരേജ് കഴിച്ച് സൂസൈഡ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ ജിന്നിനെ മറട്ടി ജിന്നിനെ മാരേജ് കഴിച്ച് ആ പെണ്ണ് ജിൻ പറഞ്ഞിരുന്നു എനിക്ക് ബേബിയാണ്. ജിന്നിനോട് ഇപ്പോൾ ബേബി വേണ്ട എനിക്ക് പാറ്റിങ് സ്കില്ലെന്ന് പറഞ്ഞു. ജിന്ന് വൈഫ് എന്നിപ്പോൾ ജിന്നി ഇപ്പോൾ കണ്ട് ജിന്നി കുറച്ച് ഡൗട്ട് വന്നതാണ്. ജിന്ന് പോയിട്ട് നോക്കുമ്പോഴാണ് ജിന്നിൻ്റെ വൈഫ് ഡയറക്ടറിൻ്റെ കൂടെ ഞാൻ റൊമാൻസ് ചെയ്യുന്നു. അതൊന്ന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. അതുകൊണ്ട് ജിന്നി എൻ്റെ വൈഫ് സെറ്റ് ആവില്ല. അങ്ങനെ ആ പെണ്ണക്കും ഓൾറെഡി ആ പെണ്ണൊക്കെ പ്രഗ്നൻ്റാണ്. ജിന്നി ആ ഡയറക്ടറിൻ്റെ ബേബിയാണ് ജിന്നി കണ്ടുപിടിച്ചത്. അവളുടെ ഫുൾ ഡീറ്റെയിൽസ് ജിന്നി ഓൾറെഡി വീഡിയോ ചെയ്തായിരുന്നു. അങ്ങനെ അത് ജിന്നിയുടെ റൂമിൽ CC ക്യാമറ വെച്ചായിരുന്നു. അങ്ങനെ അവളുടെ റൂം അതെ അവർ രണ്ടുപേരും ഒരു റൂമിലല്ല വേറെ വേറെ റൂമാണ്. ജിന്നിയുടെ റൂമിൻ്റെ അപ്പുറത്തെ വീടാണ് ഗസ്റ്റ് ഹൗസ് റൂം. അവിടെ CC ക്യാമറ വെച്ചായിരുന്നു. ഫുൾ പറയുന്നു. അതൊന്നും ജിൻ നമ്പില്ലായിരുന്നു. ഫുൾ ജിന്നി പറഞ്ഞായിരുന്നു. ജിന്നിന് ഗേൾ ഫ്രണ്ട് അല്ല വൈഫ് ഡിവോഴ്സായി. ജിന്നിൻ്റെ ഫ്രണ്ട്സ് ബാക്ക് നമ്മൾ സമാധാനമാക്കിയിരുന്നു. എനിക്ക് ഗേൾ വേണമെന്ന് ജിൻ മിണ്ടാതിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഷുഗർക്ക് അറേഞ്ച് മാരേജ് ആണ്. ഷുഗറിൻ്റെ വൈഫ് പറഞ്ഞു ഒരുമാതിരിയാവും. ഷുഗറിന് ഫുഡോൾ തീർച്ച ചെയ്യും. എൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ വാ ഇവിടേക്ക് വന്ന് പറഞ്ഞു. ഷുഗൻ വൈഫ് പറയായിരുന്നു. ഷുഗർക്ക് സംസാരിക്കാൻ കേട്ടായിരുന്നു. എന്താ ഞാൻ അറേഞ്ച് മാരേജ് കഴിച്ചത് ഒരു ഡയർ വെച്ചിരുന്നു. ശരി ഇവൻ്റെ പണം തൊട്ടെടുത്ത് ഞാൻ വരാമെന്ന് ഷുഗറിൻ്റെ വൈഫ് ആരോട് സംസാരിക്കുന്നത്. ഷുഗർ അത് കണ്ടുപിടിച്ച് ഷുഗർ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ അവൾ വേറെ ഒരാൾ കൂടെ പോകുന്നത് കണ്ട് അവൾ ഷുഗർ ഡിവോഴ്സ് ചെയ്തു. അങ്ങനെയായിട്ട് ബാക്കി മെമ്പേഴ്സ് സമാധാനമാക്കാത്തതായിരുന്നു. ഷുഗർ പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഷുഗർ ഇങ്ങനെ പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് വരുന്ന നോക്കുമ്പോൾ രണ്ടുപേരും അകത്ത് പോകുന്ന കണ്ടായിരുന്നു. 2 ഗേൾസ് അകത്ത് പോകുന്ന കണ്ടായിരുന്നു. ഷുഗർ കോൾ ചെയ്ത് ബാക്കി മെമ്പേഴ്സിനെ വിളിച്ചായിരുന്നു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അകത്ത് ആറാമിൻ്റെ വൈഫും ജേഹഫ് വൈഫ് വേറെ ഒരാളെ കല്യാണം കഴിച്ചായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഡബിളിങ് അപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും മുറയ്ക്കായിരുന്നു. ആറാം വന്ന് പലതാരം അടി വെച്ചു. എന്നെ മാരേജ് കഴിച്ചിട്ട് നീ ഒരു വരെ ജേഹബ് പറയുന്നത് നീ എന്നെ ജേഹബ് അവളെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. നീ എന്നെ മാരേജ് കഴിച്ചത് നിനക്കെന്തടി ഇങ്ങനെയെന്ന് പറഞ്ഞ് ജേഹബ് നിറച്ച് നാളെ മാരേജ് നടക്കാൻ നീ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ രണ്ടുപേരും ആ ഗേൾസിന് വരട്ടായിരുന്നു. അങ്ങനെ ആ ഗേൾസ് പേടിച്ചിട്ട് ഒന്ന് പോയിരുന്നു. അങ്ങനെ ഡിവോഴ്സും അവർക്കും ഡിവോഴ്സ് നടന്നായിരുന്നു. ആറും പറയുന്നു എന്തൊരു ചീറ്റ് ഗേളാണ് അങ്ങനെ പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്ക് അങ്ങനെ അവർക്കും ഇങ്ങനെ ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും ആക്ട്രസ്സാണ്. ആറാമിൻ്റെ വൈഫും ജേഹ വൈഫ് അങ്ങനെ ആക്ടറാണ്. ഡേറ്റ് ചെയ്യുന്നത് നല്ല ഗേളാണ് മാരേജ് കഴിച്ചത്. അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞ ചെയ്യുമ്പോൾ പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ അവർ ഭയങ്കര ടെൻഷനായിരുന്നു. അവർക്ക് പിടിച്ചായിരുന്നു. എന്താടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ടെൻഷനായിരുന്നു. അപ്പോൾ ജിമ്മി പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട. ജിമ്മിന് ജംഗുക്ക് 3 പേര് പറയുന്നതാണ് ഇവരൊക്കെ ഇത് സംഭവിച്ചത്. നമ്മളെ വൈഫ് എങ്ങനത്തതാണ് നമ്മൾക്കേ അറിയില്ലല്ലോടാ. ആ ജിമ്മിന് പറയുന്നത് എൻ്റെ വൈഫ് മോശമില്ലടാ അങ്ങനെ ഒന്നും ഇല്ലടാ. പറയുന്നത് ഇല്ലടാ എൻ്റെ വൈഫ് നല്ല കെയറിങ്. ജംഗുക്ക് പറയും എൻ്റെ വൈഫ് ഇന്നസെൻറ്റഡാ എന്ന് അവർ പറയായിരുന്നു. അങ്ങനെ ആയിട്ട് കേസ് പോകാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിന് പറയുന്നു എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടോ ഞാൻ ഇത്ര 4 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. ലീവാണ്. അപ്പോൾ ലീവ് ഞാൻ വരില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നാളുണ്ടായിരുന്നു. ജിമ്മിൻ്റെ വൈഫ് ബോയ് ഫ്രണ്ട് കോൾ ചെയ്ത് ജിമ്മിനക്ക് വൈഫിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിന് വന്നായിരുന്നു. ജിമ്മിന് വന്ന് നോക്കുമ്പോൾ ജിമ്മിന് വന്ന് ക്യാൻസലായി എന്ന് വന്ന് നോക്കുമ്പോൾ ജിമ്മിൻ്റെ വൈഫ് പാല് തുറന്നിട്ടുണ്ട്. ഇവളെവിടേക്ക് പോയിന് ജിമ്മി തുറന്ന് നോക്കും. ജിമ്മിൻ്റെ വൈഫ് ഒരു ബോയ് കൂടെ നല്ല റൊമാൻസ് ചെയ്തായിരുന്നു. ഇത് ജിമ്മിന് ഡ്രസ്സ് വയ്ക്കുന്നത് സംസാരിക്കുന്നത് ജിമ്മിന് സംസാരിക്കായിരുന്നു. ഇനി ഒരാളകത്ത് പോകുന്ന ജിമ്മിനെ കണ്ടായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. വേറെ ഹാക്ക് ചെയ്ത് കണ്ടു. ഒരാൾ സംസാരിക്കുന്നത് ബേബി നമ്മൾ റൊമാൻസ് അത് കേട്ടായിരുന്നു. ജിമ്മിനിക്ക് മനസ്സിലായി ഇവളെന്തോ ചീറ്റ് ചെയ്യുന്നു. ജിമ്മിനിക്ക് മനസ്സിലായി ഇത് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അവർ രണ്ടുപേരും എന്തെല്ലാം ചെയ്യുന്നത് മൊത്തം വീഡിയോ ചെയ്ത് അവർ എന്തെല്ലാം സംസാരിക്കുന്ന വീഡിയോ ഫുള്ള് ചെയ്ത് ഇതാണ് ആധാരം ഇവിടെ എന്താ ചെയ്യാനുള്ള അങ്ങനെ ഫുള്ള് അവർ കൂടെ അവർ ചെയ്തത് അവളോട് സംസാരിക്കാൻ ഫുൾ ആധാരമായി. അങ്ങനെ ജിമ്മിന് അവിടെ നിന്ന് പോയിരുന്നു. ജിമ്മിന് പോയി ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഡ്രിങ്ക് ചെയ്തു. ബാക്കി 4 സമാധാനമാക്കായിരുന്നു. ജിമ്മിന് സമാധാനമാക്കി. വന്ന് നോക്കുമ്പോൾ വീൻ്റെ വൈഫ് വീക്ക് മാരേജ് ആയിരുന്നു. അതിനായിട്ട് പറഞ്ഞ മാരേജും ആയിരുന്നു വീക്ക് ഓൾറെഡി വൈഫ് വൈഫ് പറഞ്ഞ നിറയെ നല്ല ഒരു ഇങ്ങനെ ക്ലബ്ബ് പാർട്ടി ചുറ്റുന്ന വൈഫ്
ഡിവോഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. രണ്ടുപേരും ഡിവോഴ്സ് കൊടുത്തായിരുന്നു. അങ്ങനെ ഡിവോഴ്സ് ആയിരുന്നു. ജങ്കുക്ക് പറയുന്നു, നിങ്ങൾ വൈഫ് എന്താടാ ഡിവോഴ്സ് വേറെ പോയില്ലടാ, ഞങ്ങളെ വൈഫ് ചീറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞത്. ശരി ഓക്കെ. ജങ്കുക്ക് വീട്ടിൽ പോയത്. ജിമിൻ ഡിവോഴ്സ് ചെയ്തു. ജങ്കുക്ക് വൈഫിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ജങ്കുക്ക് ഒരു വൈഫ് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഒരു പാർട്ടിയായിരുന്നു. അങ്ങനെയായിട്ട് ക്ലബ്ബ് ഒരു പാർട്ടിയാണ്. ജങ്കുക്ക് പറഞ്ഞു ശരി ഞാൻ വരുന്നില്ലടാ പറഞ്ഞത്. ജങ്കുക്ക് വാടാ എന്ന് ഒരാൾ ഫോൺ ചെയ്തായിരുന്നു. ജങ്കുക്കിൻ്റെ ശരി ഓക്കെ എന്ന് അങ്ങനെ ജങ്കുക്ക് പോയിട്ട് നോക്കുമ്പോൾ ജങ്കുക്ക് ഷോക്കായിരുന്നു. ഇതെൻ്റെ വൈഫല്ലടാ എന്ന് പറഞ്ഞു. ജങ്കുക്കിൻ്റെ ഒരു കോളേജ് ഫ്രണ്ടാണ്. ജങ്കുക്കിനെ പെണ്ണ് കോളേജ് പഠിക്കുമ്പോൾ ടോർത്തി ലവ് ചെയ്തായിരുന്നു. ജങ്കുക്കിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നുടാ, നോക്കടാ എൻ്റെ വൈഫ്. അത് ജങ്കുക്ക് നോക്കും. ജങ്കുക്ക് ഷോക്കായിരുന്നു. ഫുള്ള് വീഡിയോ ആ പെണ്ണ് റൂം ഞാൻ CC ക്യാമറ വെച്ചിട്ടാ. ജങ്കുക്ക് ഷോക്കായിരുന്നു. അതേ മച്ചാ ഓൾറെഡി ഞാൻ പറഞ്ഞു നീ നമ്പില്ല. ജങ്കുക്ക് ലവ് ചെയ്താണ് മാരേജ് അയച്ചത്. ജങ്കുക്ക് ഫുൾ ആദരം. പിന്നെ ആ പെണ്ണൊക്കെ ഡിവോഴ്സ് ചെയ്തു. ഇനി ഗേൾസ് മേലെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇതാണ് ഒരു ഫ്ലാഷ് ബാക്ക്. നമുക്ക് ഒരു ഗേൾസ് മേലെ നമ്പിക്കില്ലടാ എന്ന് അവർ പറയായിരുന്നു. ഇതാണ് ഒരു ഫ്ലാഷ് ബാക്ക്. നമ്മൾക്കൊരു ഫീലിങ്സ് വന്നായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹീറോയിനെ കാണാൻ അവരുടെ ഫ്ലാഷ് ബാക്ക് അവർ ഓർത്ത് സാഡായിരുന്നു. ഹീറോയിനെ കണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെ കാണുമ്പോൾ അവർ ഒരുമാതിരി ഫീലിംഗ് വരാം. എന്താടാ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അത് 7 പേർക്ക് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ ഫ്രണ്ട്സോട് അങ്ങനെ ഓട്ടോഗ്രാഫ് മേങ്ങാൻ പോവുക എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ സൈൻ ചെയ്യാൻ ഹീറോയിൻ വന്നായിരുന്നു. അതെ, ഹീറോയിൻ പറഞ്ഞ ബ്ലാക്ക് സാരി ഇട്ടാണ് ഹീറോയിനെ കണ്ട. ഹീറോയിൻ ഒരു പിങ്ക് സാരി എടുത്ത് അവരോട്ട് വന്നായിരുന്നു. ഫസ്റ്റ് ആറാം തന്നെ ഹായ് ആറാം ഗിഫ്റ്റ് കേട്ടോ. ആറാം ശരി ഓക്കെ സ്മൈൽ ചെയ്ത് സംസാരിച്ച് ഇങ്ങനെ ഓരോ നാൾ ജിന്നിനോട്ട് വന്നു. ജിന്നിനോട് സംസാരിക്കുക. ജിന്നിന് ഗിഫ്റ്റ് ഷുഗ ഒന്ന് ഹീറോയിനെ നോക്കി ഒരു സ്മൈൽ ചെയ്തായിരുന്നു. ജയഹോ ഓരോ നാൾ ഓരോട് സംസാരിച്ചാൽ ലാസ്റ്റ് ജങ്കുക്ക് നോക്കിയായിരുന്നു. ജങ്കുക്ക് ഹീറോയിനെ നോക്കിയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് ഹീറോയിൽ പോയായിരുന്നു. ഹീറോയിൻ ജോലി ഫ്രണ്ട്സോട് പറയായിരുന്നു മച്ച് ഞാൻ റിയൽ ലവർ കണ്ടിരുന്നു. ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ജോലിയായിട്ട് ജംപ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിനെ തുള്ളുന്ന കണ്ടത് ഫ്രണ്ട്സെല്ലാം ജോലിയായിട്ട് എന്താടി ഇങ്ങനെ തുള്ളുന്നത്, അതടി എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്.